അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി വിനോദ്. അതെ. വിനോദിനെ കുറിച്ച് ഞാൻ ചോദിച്ചല്ലേ അറിയാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഇവിടുത്തെ ഒരു വലിയ VIP ആണെന്ന് എനിക്കറിയാം. എന്താണ്, ബിസിനസ്സാണോ എന്താണ്? അതെ, ഞാനിവിടെ ബിസിനസ് നടത്തുന്നത്. ആണല്ലേ? അതെ, എനിക്കൊരു ട്രേഡിംഗ് കമ്പനി ഉണ്ട്, ടെക്നിക്കൽ കോൺട്രാക്ടിങ് കമ്പനി ഉണ്ട്, സ്റ്റീലിൻ്റെ ഒരു ഡിവിഷൻ ഉണ്ട്, പിന്നെ ഫോർട്ട് മെയിൻ്റെനൻസ് ഉണ്ട്. അങ്ങനെ 4 വലിയൊരു എന്താണ് കമ്പനി, 4 മെയിൻ വെർട്ടിക്കലുള്ളത്. അത് ശരി. അപ്പോൾ ഇതിനെല്ലാം കൂടെ നോക്കിയാണെങ്കിൽ സമയമുണ്ടോ? എല്ലാം മാനേജ് എല്ലാം manage ചെയ്ത് നല്ലൊരു പോകണം. ടീമുണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ടീം ഉള്ളതുകൊണ്ട് അവരുടെ സപ്പോർട്ടോട് കൂടെ നിലനിന്ന് പോകുന്നത്. ആ ശരി. വൈഫും അതിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? വൈഫും എനിക്ക് നല്ല സപ്പോർട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു റിലീഫ് എന്ന് പറഞ്ഞാൽ പല സാംസ്കാരിക ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസും ഇതൊക്കെ അതിലൊക്കെ പങ്കെടുക്കുമല്ലോ. അതിലുണ്ട്. ഞാനിപ്പോൾ ഇവിടുത്തെ സദ്യത പറഞ്ഞ ബിസിനസ് ഗ്രൂപ്പിൻ്റെ മെയിൻ കോർഡിനേറ്ററാണ്. ആ ശരി. അതല്ലാണ്ട് പിന്നെ ലയൺസ് ക്ലബിൻ്റെ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. പിന്നെ അങ്ങനെ പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മൾ ആയുഷ് നടത്തുന്നുണ്ട്, സയൻസ് ഇന്ത്യ ഫോറത്തിൻ്റെ ഭാഗമായിട്ട്. നാട്ടിലത്തെ വിജ്ഞാനത ഭാരതിയും ഇവിടുത്തെ UN ഗവൺമെൻറ് എല്ലാം ചേർന്നിട്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് 15, 16, 17 നടത്താൻ പോകുന്നത്. വലിയൊരു ഇവൻ്റാണ്. ആണല്ലേ? അപ്പം അങ്ങനത്തെ ഇവൻറ്റിലൊക്കെ നമ്മൾ ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ അത് ശരി. ആ പിന്നെ എവിടെ, നാട് എവിടെയാ? നാട് പാലക്കാട്. പാലക്കാട്. വൈഫ് കണ്ണൂർ അല്ല, ഇപ്പം ചെന്നൈയിലല്ലേ? വടകരയാണ്, പക്ഷേ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പം അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായോ? ഞാൻ ഒരു 23 വർഷമായി ഇവിടെ ആയിട്ട്. ഇവിടെ വന്നിട്ട്. അത് ശരി. അതാണ് ഇപ്പം എവിടെ നോക്കിയാലും മലയാളികളെ ഉള്ളൂ. ഇവിടെ മലയാളിയുടെ നാടുമാരിയുള്ള സ്ഥലമാണ്. ഇതൊരു അതെ ഒരു ചെറിയ കേരളം. അതെ അതെ, ഇവിടെ അതേമാതിരിയുള്ള ഫീലാണ് ഇവിടെ മൊത്തം. അതെ ശരി. ഇവിടെ ഒരു എന്താണെന്നറിയോ, സൈലൻ്റ് ആണ് ഈ ഒരു സ്ഥലം. വലിയ ബഹളമില്ല. അങ്ങനെ ഒരു സ്ഥലം നോക്കി ഒരു വീടുമൊക്കെ, നല്ല ഒരു വീട്, നല്ല അറ്റ്മോസ്ഫിയർ, അത് നല്ല കാര്യമാണ്. മൊത്തം ഗ്രീനറിയാണ്, പുറത്തെല്ലാം ചെടികൾ വെച്ചോണ്ട് മൊത്തം ഒരു ഗ്രീനറി നടുവിലൊരു വീട്. അതെ അതെ, ചെടികൾ. അതെ. എൻ്റെ നാട് വന്നിട്ട് കരുവറ്റായ. പക്ഷേ കരുവറ്റായിലായിരുന്നാലും എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പം പല സ്ഥലത്ത് ഇങ്ങനെ സ്ഥലമാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചതൊക്കെ ഞാൻ ഹരിപ്പാട് ഗേൾസ് ഹൈസ്കൂളിലാണ്. അപ്പം അമ്മയ്ക്ക് പിന്നെ ആലപ്പുഴ പോകുമ്പോൾ അങ്ങോട്ട് മാറും. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. അപ്പം അമ്മയാണ് മ്യൂസിക് പഠിപ്പിച്ചത്? അല്ല, ദക്ഷിണാമൂർത്തി സ്വാമി. അത് ഞാൻ ചെന്നൈ വന്നതിന് ശേഷം പഠിച്ചത് ക്ലാസിക്കലൊക്കെ. അമ്മ ഒത്തിരി കച്ചേരികൾ നടത്തിയിരുന്നു. അപ്പോൾ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ എന്നെ സ്റ്റേജിൻ്റെ പുറകിൽ, അമ്മയുടെ പുറകിലായിട്ട് ഇരുത്തിയേക്കും. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഞാനിങ്ങനെ പതുക്കെ ചൊറിയും. കാരണം തീർന്നോ? അന്ന് നമുക്ക് ക്ലാസിക്കലിനോട് വലിയ താല്പര്യമില്ല. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു തുടങ്ങിയപ്പം അതിനോട് കുറച്ച് താല്പര്യം തോന്നി. പിന്നെ ഇതിനൊക്കെ എന്ന് വെച്ചാൽ ഇൻബോണായിട്ട് നമുക്ക് കുറച്ചൊരു താല്പര്യം വേണം. അപ്പോൾ എനിക്ക് താല്പര്യം ക്ലാസിക്കലിനോടാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ദക്ഷിണാമൂർത്തി സ്വാമിയോട് പഠിച്ചു. കുറേ കച്ചേരികളൊക്കെ നടത്തി. ഞാനൊരു 12 വർഷം ചെന്നൈയിലായിരുന്നു. എനിക്കെന്താ വെച്ചാൽ ചെന്നൈ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ പാവപ്പെട്ടവനും പൈസ ഉള്ളവനും ജീവിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. മാത്രമല്ല എല്ലാം ടെക്നിക്കലി സപ്പോർട്ടുള്ള ഒരു സിറ്റിയാണ്. എല്ലാ ആർട്ടിസ്റ്റും ചെന്നൈക്ക് പോവല്ലേ ചേർ. അത് തന്നെ. അപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വളർച്ച ഉണ്ടായിരിക്കുന്ന സ്ഥലമാണ് ഈ ചെന്നൈ. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എല്ലാം ഷൂട്ടിങ്, ഹിന്ദി എല്ലാം അവിടെ ആയിരുന്നു ഷൂട്ട്. ഒരുപാട് പിന്നെ സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയോട് നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം നമ്മളെയൊക്കെ അറിയപ്പെടുന്ന തരത്തിലൊരു നടിയാക്കിയത് ചെന്നൈ താമസിച്ചിട്ടാണല്ലോ. അപ്പോൾ ചെന്നൈയോടൊരു പ്രത്യേക സ്നേഹം. പിന്നെ എനിക്ക് അവിടെ ആദ്യമൊക്കെ ചെല്ലുമ്പോഴേ ഈ ഒരുപാട് ചായക്കടകളുണ്ട്. അപ്പം അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ ചായക്കട. അപ്പോൾ അവരെല്ലാവരെയും പറയുന്നത് വെച്ചാൽ നായരുടെ ചായക്കടയെന്നാണ്. അപ്പോൾ എല്ലാവരും നായന്മാരാണ്. അതൊക്കെ ആദ്യമൊക്കെ. അപ്പം കേരളത്തിൽ പോയി കഴിഞ്ഞാൽ അവർ നായരായി. അവർ നായരാ, മലയാളിയല്ല. ഇല്ല നായരുടെ കട എന്നാ പറയുന്നത്. ചേച്ചിയുടെ ആദ്യത്തെ മൂവിയെല്ലാം, ലാസ്റ്റത്തെ മൂവി കോളിലൊക്കെ അഭിനയം നിർത്തുന്ന സമയം കോളിലൊക്കെ വരുന്നു. അത് കഴിഞ്ഞ് 23 വർഷം കല്യാണം കഴിഞ്ഞു. വല്ല പിന്നെ സിനിമയോടും സംഗീതത്തോടും ഒക്കെ വിട പറഞ്ഞിട്ട്, അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ആയുർവേദ ഡോക്ടറായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് പഠിച്ചിട്ട് MD എടുത്തത്. ഞങ്ങൾക്കൊരു ഫാക്ടറി, അതിൻ്റെ നോക്കി നടത്തുന്ന കാര്യങ്ങളെല്ലാം ചുമതലയെല്ലാം എൻ്റെ തലയിലായിരുന്നു. പക്ഷെ ഞാൻ വളരെ എൻജോയ് ചെയ്തു അത്. കാരണം ഇനിയിപ്പോൾ നമ്മുടെ ലൈഫ് ഇതാണല്ലോ, ആയുർവേദത്തോടാണല്ലോ. അപ്പം അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് ഈ സിനിമയെ തിരിച്ചു വരണോ അത് ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ്
സിനിമയിൽ തിരിച്ചു വരുന്നത്. കാരണം വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ആലോചനകൾ, ഈ ജീവിതം നല്ലതായിരിക്കുമ്പം ഒരുപാട് ആലോചനകൾ വരും. എൻ്റെ ജീവിതം വളരെ നല്ലതായിരുന്നു. അതെ, അപ്പം ആരോ പറഞ്ഞ പോലെ നമ്മുടെ തലയിലെടുത്ത് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ദുബായിലും ഷാർജയിലും ഒക്കെ അധികം വന്നിരുന്നില്ല. പക്ഷേ അഭിനയം നിർത്തി രണ്ടാമത് തുടങ്ങിയതിന് ശേഷമാണ് കൂടുതലായിട്ട് പ്രവാസികളെ കാണാനൊക്കെ ഉള്ളൊരു സന്ദർഭം, ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള സന്ദർഭം ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാ വർഷവും ഇതേമാതിരി ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ചേച്ചിക്കിട്ട് വരണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഈ വർഷം വന്നു, അടുത്ത വർഷം വരും. അതെ, അടുത്ത വർഷം വരും. കാരണം എവിടെങ്കിലും കാരണം നമുക്കൊരുപാട് പിന്നെ പരിചയക്കാരും വളരെ സ്നേഹമുള്ള കുറേ ആൾക്കാരും ഉണ്ട്. അവരെല്ലാം ക്ഷണിക്കാറുണ്ട്. ഇപ്പോൾ ഓണം ഇതൊക്കെ വരുന്നത് ഇവിടെ സെലിബ്രേഷൻ ഒക്കെ ഉള്ളതല്ലേ ഓണത്തിന്. ഈ ഓണം കഴിഞ്ഞിട്ടാണോ അത്? ഇല്ല, ഓണത്തിന് ഓണം കഴിഞ്ഞിട്ട് ചില സമയത്ത് നമ്മൾ ഇവിടുത്തെ സൗകര്യം എല്ലാ കാര്യങ്ങളും ഓണം ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അടുത്ത ഓണം വരെ ഇവിടെ ഓണമാണ്. ആ, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അതെ. അപ്പോൾ എല്ലാ വർഷവും ഓരോ സമിതി ഓരോ എന്താണ് ഓർഗനൈസേഷൻ്റെയും ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബറിൽ, പക്ഷെ അത് അടുത്ത ഓണം വരെ ഇങ്ങനെ നീണ്ടു പോകുമല്ലേ. അല്ല, ഇതിപ്പോൾ എല്ലാവർക്കും ഒരു പിന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് അതാണല്ലോ. സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു സംഭവം. പിന്നെ മലയാളിയെ എവിടെ കൊണ്ടിട്ടാലും പൊങ്ങി തന്നെ വരും. അല്ല, എന്തെങ്കിലും പ്രോഗ്രാംസും അതും ഇതും ഒക്കെ ആയിട്ട് അല്ലേ. അത് വലിയ കാര്യമാണ് പറഞ്ഞ പോലെ. ഇടയ്ക്കൊരു അതെ ഇങ്ങനൊരു പ്രോഗ്രാമൊക്കെ കാണുക, നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അതെ, എന്നുവെച്ചാൽ മലയാളിക്ക് ആർട്സിനോട് അത്രയും താല്പര്യം ഒരു അതെ നേച്ചറാണ് അവർക്ക്. അല്ല, ഇവിടെ തന്നെ പാട്ട് പഠിപ്പിക്കാനും ഡാൻസ് പഠിപ്പിക്കാനും എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ടല്ലോ. പിന്നെ എല്ലാം ഉണ്ട്. അതെ, പിന്നെ അവിടുത്തെ മ്യൂസിക് ടീച്ചറും അവിടുത്തെ ഡാൻസ് ടീച്ചറും ഇവിടെ വന്നിട്ടാണ് അവർ ആദ്യം ക്ലാസ് തുടങ്ങുന്നത്. ഇവിടെയാണ് അവർക്ക് ഇവിടെയാണ് നല്ല ഓപ്പർച്യൂണിറ്റി അല്ലേ. അത് വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പം ഈ പുറത്തോട്ട് ഇറങ്ങിയപ്പം 10 പേരെ കണ്ട 5 പേര് മലയാളികളാന്ന് പറഞ്ഞതുപോലെ നമ്മൾക്കും നാട്ടിലത്തെ ആർട്ടിസ്റ്റിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതാക്കാൻ നമുക്ക് താല്പര്യം കൂടുതലാണ്. അതെ അതെ അതെ, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. തീർച്ചയായിട്ടും നമുക്കും ഇവിടെയുള്ള ആൾക്കാരെ കാണാനൊരു സന്ദർഭം നിങ്ങളെപ്പോലുള്ളവരെ ഉണ്ടാക്കുന്നത്. അത് നമുക്കും ഞാൻ തന്നെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഇവിടുത്തെ ഒരു നൊസ്റ്റാൾജിയ ഒരു വലിയ ഇതാണ്. കാരണം ഞാൻ അവിടെ പോയ കാര്യം, ഇവിടെ പോയ കാര്യം, ഞാൻ പരിചയപ്പെട്ട കാര്യം എല്ലാം ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകും. അങ്ങനെ കുറച്ച് നാളത്തേക്കുണ്ടാവും. പിന്നെ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും നമുക്ക് കാണണം. അപ്പോൾ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ വന്നതിൽ വളരെ വളരെ സന്തോഷം.